ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സൂപ്പർ ഫ്ലഫി ഓംലേറ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സോഫ്റ്റായി നല്ല ടേസ്റ്റിയായി ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വെറൈറ്റി ഡിഷാണ്. അപ്പം വീഡിയോ മുഴുവനായും കാണാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെ വേറെയാണ് എടുക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഒരു 3 മുട്ട, 3-4 മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കിയെടുക്കാം ആദ്യം. ഇങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ ചെറിയൊരു ഓട്ടയാക്കി അതിൻ്റെ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ച് പൊട്ടിച്ച് മഞ്ഞ മറ്റേ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കി എടുക്കാൻ ഈസി ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഉപ്പാണ് ചേർക്കുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി കുറച്ച് കൂടുതൽ നേരം തന്നെ ബീറ്റ് ചെയ്താലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അതിപ്പോൾ ഒരു നന്നായി നരഞ്ഞ് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മഞ്ഞയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് നേരം കൂടെ. അപ്പോൾ ഇത് വിസ്കോ സ്പൂണോ ഉണ്ടെങ്കിൽ നന്നായി കുറച്ച് കൂടുതൽ നേരം തന്നെ ബീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ബട്ടറാണ് അതിൻ്റെ മണവും പിന്നെ പറ്റിപ്പിടിക്കില്ല. ബട്ടർ തേച്ചാൽ നല്ല മണമാണ് ബട്ടറിന്. ബട്ടറായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അത് നമുക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ പറ്റും ഒരു സോഫ്റ്റ്നെസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം നന്നായി വന്നിട്ടുണ്ട്. നല്ലൊരു പൊന്തി വന്നിട്ടുണ്ട്, സോഫ്റ്റ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളകും പൊടി കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.